സോഷ്യൽ മീഡിയയിലുള്ള ജീവിതങ്ങൾ കണ്ടിട്ട് നമ്മുടെ ലൈഫ് തകർന്നു പോകുക എന്ന് പറയുന്നത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സമയങ്ങൾ മാത്രമാണ്. ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള പോസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരുതും അവർക്കൊക്കെ നല്ല അടിപൊളി ലൈഫ് ഉണ്ട്, അതുപോലെ തന്നെ അവരൊക്കെ നല്ല വെക്കേഷന് പോകുന്നുണ്ട്, അവർ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, അവർക്കൊക്കെ നല്ല കുടുംബ ജീവിതം ഉണ്ട് എന്ന് നമ്മളിങ്ങനെ കരുതിപ്പോവും. ഇത് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് കണ്ടന്റ്സ് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളും സോഷ്യൽ മീഡിയയിൽ അവരുടെ മോശം സമയങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന ചില കപ്പിൾ റീൽസ് അല്ലെങ്കിൽ കപ്പിൾ മൊമെന്റ്സ് ഫോട്ടോസ് ഒക്കെ ആ ഫോട്ടോയ്ക്ക് തൊട്ട് മുമ്പ് അവർ തമ്മിൽ നടന്നിട്ടുള്ള ഫൈറ്റ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഒപ്പമുള്ള ഒരു ഫാൻസി ഡിന്നർ കഴിക്കുന്നതിന് മുമ്പുള്ള സ്ട്രെസ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ ചില അച്ചീവ്മെന്റ്സ് ഒക്കെ ചില ആളുകൾ ഷെയർ ചെയ്യും. ഈ അച്ചീവ്മെന്റ്സിന് മുമ്പുള്ള ഹാർഡ് വർക്ക് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുമായിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നിരാശയും അതുപോലെ ഡിപ്രഷനും ആങ്സൈറ്റിയും പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വളർന്നു വരിക. ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് സമയം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അബോധ മനസ്സിലേക്ക് പല കാര്യങ്ങളും കയറി കൂടുന്നുണ്ട്. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മാസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളൊരു കുറച്ച് ദിവസങ്ങൾ തന്നെ ബ്രേക്ക് എടുത്ത് പോവുക. ഇതാണ് ഇതിനാകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്ന ഒന്നും യഥാർത്ഥ ജീവിതമല്ല.